യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് സ്നേഹ. ഞാൻ നെടുങ്കണ്ടത്തു നിന്ന് വരുന്നു. ആദ്യം കൃപാസന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം തുടങ്ങുകയാണ്. ഇത് 2ാം പ്രാവശ്യമാണ് ഞാൻ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ സാക്ഷ്യം പറയാൻ കയറുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരു അത്ഭുത സാക്ഷ്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഉടമ്പടിയിൽ എനിക്കൊരു നല്ലൊരു കുഞ്ഞാവേ തരണേ എന്ന ഉടമ്പടിയിൽ ഞാൻ വെച്ചിരുന്നു. മാതാവ് 5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുവാവ ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടിയിൽ കുഞ്ഞുവാവ വേണമേ എന്ന് വെച്ചുള്ളൂ. പക്ഷേ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു. എങ്ങനെ സൗദിയിൽ നിന്ന് നാട്ടിൽ വന്നാൽ ജോലി കിട്ടുമോ എന്ന് പേടി, എന്ത് ചെയ്യുമെന്നറിയില്ല. അങ്ങനെ ഇരിക്കെ 2022 എൻ്റെ അനിയത്തി ദുബായിൽ BSc നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇങ്ങോട്ട് കയറി വാ, നമുക്ക് ജോലി നോക്കാം, എന്നിട്ട് ചേട്ടയെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം, അപ്പോൾ അവിടെ ജോലി കിട്ടുമെന്ന് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ദുബായിക്ക് 2022 പോവാൻ തീരുമാനിച്ചു. പോകുന്നതിന് മുന്നേ ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ വന്നിട്ടേ ഞങ്ങൾ ദുബായിക്ക് പോവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങൾ ഇടുക്കിയിൽ നിന്നും ലഗേജുമായി കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നിട്ടാണ് ദുബായിക്ക് പോകുന്നത്. അവിടെ ചെന്ന് 3 മാസത്തെ വിസ എടുത്താണ് ഞാൻ പോയത്. അവിടെ ചെന്നപ്പോൾ ആ വിസ തീരുന്നതിന് മുന്നേ എനിക്ക് നല്ലൊരു ജോലി ലഭിച്ചു. ആ 10 ദിവസമായപ്പോൾ എനിക്ക് എംപ്ലോയ്മെൻറ്റ് വിസ അവർ അടിച്ചു തന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ജോലിയിൽ തുടർന്നു. 1 വർഷമായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ജോലി കിട്ടി, ഇനി എൻ്റെ ചേട്ടായി എങ്ങനെ ഇങ്ങോട്ട് വരും എന്ന് ഞാൻ എനിക്ക് ചേട്ടായിയുടെ കൂടെ 4 വർഷമായി താമസിച്ചിട്ട് എന്ത് ചെയ്യുമെന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ചേട്ടായി 2023 ദുബായി വന്ന് ഞാൻ പ്രഗ്നൻ്റായി 3 മാസമായപ്പോഴേക്കും ഞാൻ സ്കാനിങ്ങിന് പോയി. സ്കാനിങ്ങിന് ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് ഹാർട്ട് ബീറ്റ് കിട്ടുന്നില്ല, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞ് മോൻ സ്കാനിങ്ങിന് വരാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ മമ്മിയെ വിളിച്ച് പറഞ്ഞപ്പോൾ മമ്മി പറഞ്ഞു, മോനെ ഒന്നും പേടിക്കണ്ട, മോൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് വന്നിട്ടേ വീട്ടിൽ പോകൂ എന്ന് പ്രാർത്ഥിച്ചോ, എല്ലാ ദിവസവും തിരിയും കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചോ, വയറ്റിൽ എണ്ണ തേച്ച് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. 1 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്കാനിങ്ങിന് ചെന്നു. എന്നെയും ഹസ്ബൻഡിനെ സ്കാനിങ് റൂമിൽ കയറ്റി. കൃപാസന മാതാവിൻ്റെ കാശ് രൂപ അപ്പോഴും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഡോക്ടർ പറഞ്ഞു, ഇതാണ് നിങ്ങളുടെ കുഞ്ഞ്, ഞങ്ങൾക്ക് അവിടെ സ്ക്രീനിൽ കാണാം, ഇതാണ് നിങ്ങളുടെ കുഞ്ഞ്, ഇതാണ് നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് എന്ന് ഡോക്ടർ പറഞ്ഞു. കൃപാസന മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞ് ഹസ്ബൻഡിന് ജോലിയില്ല അവിടെ. അപ്പം ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തിട്ട് തിരിച്ച് നാട്ടിൽ വരാമെന്ന് തീരുമാനിച്ചു. അപ്പോഴേക്കും നാട്ടിൽ വരാം, എന്തായാലും അവിടെ നിൽക്കാൻ പറ്റില്ല, ഹസ്ബൻഡിന് ജോലിയില്ല, ഞാൻ തന്നെ നിൽക്കില്ല. അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവമേ ഹസ്ബൻഡിന് ജോലിയില്ല, എന്നാലും എനിക്കൊരു നല്ല കുഞ്ഞുവാവയെ തന്നല്ലോ, കുഴപ്പമില്ല, ഞാൻ നാട്ടിൽ പൊക്കോളാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷെ മനസ്സറിയുന്ന മാതാവാണ് കൃപാസന മാതാവ്. ഞാൻ ടിക്കറ്റ് എടുത്ത് വരുന്നതിന് 3 ദിവസം മുന്നേ ഹസ്ബൻഡിന് എമിറേറ്റ്സിൽ ജോലി ലഭിച്ചു. മാതാവിന് 1000 നന്ദി. അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴത്തേക്ക് 7 മാസം ഇവിടെ വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് കുഞ്ഞുമാവ ഉണ്ടായില്ല. അതിന് മുന്നേ ഡെലിവറി ആവുന്നതിന് മുന്നേ ഞാൻ ദുബായിൽ നിന്ന് മാതാവിൻ്റെ അടുത്ത് വന്നിട്ടാണ് ഞാൻ വീട്ടിൽ പോകുന്നത്. 7 മാസത്തെ സ്കാനിങ് ആയപ്പോഴേക്കും അവർ പറഞ്ഞു, കൊച്ചിനെ നമുക്ക് എത്രയും വേഗം എടുക്കണം, കൊച്ചിന് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല എന്ന് പറഞ്ഞു ഡോക്ടർ. കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവിൻ്റെ തൈലം പുരട്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവേ കൊച്ചിനെ കൊണ്ട് അവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ ഇട തരണേ, നീ തന്ന കുഞ്ഞാ അത് ഞങ്ങൾക്ക്. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഡോക്ടർ കട്ടപ്പനയിൽ പോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു, കാരണം ഒന്നും കൂടെ നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞു. എന്നിട്ട് എടുത്താൽ മതി. എന്നിട്ട് കൊച്ചിന് ശ്വാസകോശത്തിൻ്റെ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അപ്പം തന്നെ മാതാവ് അത്ഭുതം. ഞാൻ കാശ് രൂപം ഞാൻ നിലത്ത് വെച്ചിട്ടില്ല. എൻ്റെ കൊന്തയിലെ കാശ് രൂപം ഞാൻ കയ്യിലെടുത്ത് മുറുക്കെ പിടിച്ചു. മാതാവേ നീ തന്ന കുഞ്ഞാന്ന് പറഞ്ഞ് പിടിച്ചു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ സ്കാനിങ് അവിടെ വെച്ച് തന്നെ അവർ പറഞ്ഞു, കൊച്ചിന് ഒരു കുഴപ്പമില്ലല്ലോ, പിന്നെ എന്താ അങ്ങനെ വന്നതെന്ന് എനിക്ക് അറിയില്ലല്ലോ എന്ന് ആ സ്കാനിങ് എടുത്ത് ആ സിസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. 9ാം മാസം എൻ്റെ കുഞ്ഞുണ്ടായി. 2024 ജനുവരി 16 എൻ്റെ കുഞ്ഞുവാവ ഉണ്ടായത്. ഒരു ആൺകുട്ടിയെ ദൈവം ഞങ്ങൾക്ക് തന്നു. അവൻ്റെ പേര് ഇവാൻ മേരിദാസ് എന്നാണ്.
അത് കഴിഞ്ഞപ്പോൾ കുഞ്ഞുണ്ടായി 3-ാം മാസം ആയപ്പോഴേക്കും കുഞ്ഞിന് ചെറിയൊരു ജലദോഷം വന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്ക് കൊച്ചിന് ശ്വാസം മുട്ടൽ കൂടുതലാണ്, ചെറുതോടി മെഡിക്കൽ കോളേജിലോട്ട് എത്രയും വേഗം കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആരുമില്ല, മമ്മിയും പപ്പായും ഞാനും അനിയത്തിയും മാത്രം. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അന്ന് രാത്രി തന്നെ ഞങ്ങൾ ചെറുതോണി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും എക്സ്റേ എടുത്ത് നോക്കിയപ്പം അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, കൊച്ചിന് ഹാർട്ടിൽ ഒരു ഹോളുണ്ട്, നിങ്ങൾ എത്രയും വേഗം ആംബുലൻസ് വിളിച്ച് ഓക്സിജനുള്ള ആംബുലൻസ് തന്നെ വേണം എന്ന് പറഞ്ഞു. രാത്രി 2 മണിക്ക് ഒരു ആംബുലൻസും കിട്ടുന്നില്ല, എന്ത് ചെയ്യുമെന്നറിയില്ല. ഞങ്ങളെല്ലാം കരച്ചില്ല, നിസ്സഹായ അവസ്ഥ. എന്നാലും ഞങ്ങൾ കൈവിട്ടില്ല. മാതാവ് തന്ന കുഞ്ഞ് ഞങ്ങൾ പിന്നെയും പ്രാർത്ഥിച്ചു, മാതാവെ കരഞ്ഞു പ്രാർത്ഥിച്ചു, മാതാവെ ഈ കാശുരൂപം കൊച്ചിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ കുരിശ് വരച്ച് ഞാനും പ്രാർത്ഥിച്ചു. എക്സ്റേ എടുക്കാൻ കയറുമ്പോഴും എല്ലാം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് എത്രയും വേഗം പോകണമെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോഴേക്കും അവിടുത്തെ ഡോക്ടർ പറഞ്ഞു, ഈ 2 എക്സ്റേ എടുത്തു, ആ 2 എക്സ്റേയിലും ഒന്നും കാണുന്നില്ലല്ലോ, കുഞ്ഞിന് ചെറിയൊരു ജലദോഷം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറഞ്ഞ് ഞങ്ങളവിടെ ആ ജലദോഷം തീരുന്നവരെ അവിടെ ഹോസ്പിറ്റലിൽ നിന്നു. എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച മാതാവിന് 1000 നന്ദി. അടുത്ത എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. അനിയത്തിയുടെ മനസ്സ് മാറി അവൾ കല്യാണത്തിനൊന്നും സമ്മതിക്കുന്നില്ലായിരുന്നു. അപ്പം അനിയത്തിയുടെ മനസ്സ് മാറ്റി തരണേ ദൈവമേ, എൻ്റെ കുഞ്ഞിൻ്റെ ഈ അത്ഭുത സാക്ഷ്യം പറയാൻ നേരം എൻ്റെ അനിയത്തിയുടെ കല്യാണത്തിൻ്റെ സാക്ഷ്യം കൂടി പറയാൻ എനിക്ക് ഇട തരണേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മെയ് 30-ന് മാതാവ് അവളുടെ കല്യാണം നടത്തി കൊടുത്തു. ഒരു നല്ല മോനെ ഞങ്ങൾക്ക് മാതാവ് തന്നു. അത് എല്ലാവരും പറയുമായിരുന്നു, ഞാൻ ആദ്യ ഉടമ്പടിയിൽ ഞാൻ എൻ്റെ അനിയത്തിയുടെ കല്യാണം നടക്കാൻ വേണ്ടി ഉടമ്പടിയിൽ വെച്ചായിരുന്നു. പക്ഷെ 5 എണ്ണം സാധിച്ചു, അതിൻ്റെ തോരെണ്ണം മാത്രം സാധിച്ചില്ല. സമയം എടുക്കുന്നത് നല്ലൊരു മോനെ കിട്ടാനാണെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. എന്നാലും എന്താ നടക്കാത്ത, അവളെന്താ മനസ്സ് മാറ്റാത്ത, എത്ര പേര് വന്നു, ആരെയും ഇഷ്ടപ്പെടുന്നില്ല. മാതാവ് ഈ സാക്ഷ്യം പറയാൻ നേരം എനിക്ക് അത് പറയാൻ മാതാവ് ഇട തന്നു. 3-ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ദുബായി പോയപ്പോഴത്തേക്ക് അതിൻ്റെ ടെൻഷൻ കൊണ്ടാണോ ചൂട് കൂടിയിട്ടാണോ, കാരണം ഇടുക്കിയിൽ നിന്ന് ചേർത്തലയ്ക്ക് വന്നു, പിന്നെ ആലുവയിൽ പോയി അവിടെ റൂം എടുത്തു, അതിൻ്റെ ഇൻഫെക്ഷൻ കൂടിയിട്ടാണോ എന്നറിയത്തില്ല. മമ്മി വീട്ടിൽ പോയില്ല. അതിന് മുന്നേ മമ്മി രാജഗിരി ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷൻ കൂടി വെൻറ്റിലേറ്ററിലായിരുന്നു. നമ്മളിത് അറിയുന്നില്ലായിരുന്നു. അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മാതാവിൻ്റെ കാശുരൂപം ദുബായിൽ മണ്ണിൽ, മാതാവ് ഇവിടെ വരെ എന്നെ കൊണ്ടുവന്ന് കൈ ഉയർത്തിപ്പിടിക്കാൻ എൻ്റെ മാതാവിന് സാധിച്ചെങ്കിൽ എൻ്റെ മമ്മിയെ എനിക്ക് തിരിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. സാക്ഷ്യം പറഞ്ഞേക്കാമേ എന്നും ഞാൻ പ്രാർത്ഥിച്ചു. മമ്മിയുടെ മേലെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുന്ന പോലെ ഞാൻ എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അത്ഭുതം എന്ന് പറയട്ടെ, വെൻറ്റിലേറ്ററിൽ മരിക്കാറായി എന്ന് പറഞ്ഞ മമ്മിയാണ് ഇപ്പോൾ ഈ നിൽക്കുന്നത്. മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ എൻ്റെ പപ്പായുടെ ചെവിയുടെ പുറയിൽ ഒരു മുഴ പോലെ വന്നു. അത് ഇച്ചിരി വലിയ മുഴയാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു, നമുക്ക് നോക്കാം, മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ നമുക്ക് വേറെ ടെസ്റ്റൊക്കെ ചെയ്യേണ്ടി വരും. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം നമുക്ക് മാതാവല്ലാണ്ട് നമുക്ക് വേറെ ഒരു വഴിയില്ല. മാതാവ് ഉണ്ണീശോ, ഈ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഒരു വഴി. ഞാൻ കുഞ്ഞിലെ തൊട്ടേ പഠിച്ചതാണ്, മരുന്ന് കൊടുക്കാം, പക്ഷെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ നമുക്കൊരു വഴി. അത്ഭുതം എന്ന് പറയട്ടെ, എൻ്റെ പപ്പായുടെ ചെവിയുടെ പുറയിൽ ഒരു മുഴയുടെ ഒരു അംശം പോലും ഇല്ലാണ്ട് മാറിത്തന്നു മാതാവ്. ഉടമ്പടി തൈലം പപ്പായുടെ ചെവിയുടെ പുറകിൽ അത്ഭുതകരമായി 6 ദിവസം 6 വിശ്വാസ പ്രമാണം ചൊല്ലി. ആ 6 ദിവസം കഴിയുന്നതിന് മുന്നേ എൻ്റെ പപ്പായുടെ ചെവിയുടെ പുറകിലെ മുഴ മാറ്റി തന്നു. എൻ്റെ കുഞ്ഞുവാവയ്ക്ക് എന്ത് അസുഖം ഉണ്ടായാലും ഞങ്ങൾക്ക് മരുന്നോ ലേപനോ ഔഷധമോ അല്ല, ആ ദൈവത്തിൻ്റെ വചനം പോലെ ഞങ്ങൾ വചനവും വായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ എണ്ണ പുരട്ടി 6 ദിവസം 6 നേരം 6 ദിവസം 6 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചാൽ ഉടനടി ഒരു അത്ഭുതം അവിടെ ഉണ്ടായിരിക്കും. ദൈവത്തിനും തിരുക്കുമാരനും 1000 നന്ദി. എല്ലാ ദിവസവും ഇതുവരെ ഞാൻ മുടക്കിയിട്ടില്ല അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന. ആ പ്രാർത്ഥന എന്ന് വെച്ച് തുടങ്ങിയ അന്ന് തൊട്ട് നമുക്ക് ഒരു പ്രത്യേക അനുഭൂതിയാണ്. അന്നത്തെ ദിവസം മുഴുവനും നമുക്ക് നമ്മുടെ മനസ്സിലൊരു കുളിർമയാണ്. നമുക്കൊരു ചീത്ത ചിന്തയോ
വിഷമോ ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല. എന്തിനും ഒരു പോംവഴിയുണ്ട് എന്നുള്ള ഒരു ചിന്തയാണ് ഈ നമ്മുടെ ജോസഫ് അച്ഛൻ്റെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന. അത് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. ഈശോനും തിരുക്കുമാരനും 1000 നന്ദി. യോഹന്നാൻ്റെ വിശ്വസുവിശേഷം 14-ാം അധ്യായം 13-ാം തിരുവചനം അരുളി ചെയ്യുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. തിരുവചനമാണ്. തിരുവചനത്തിന് മാറ്റമില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനത്തിന് മാറ്റം സംഭവിക്കില്ല എന്ന് ഈശോ തന്നെ അരുളി ചെയ്യുന്നുണ്ട്. ഇവിടെ സ്നേഹാമോൾ ആൻ്റണി എത്രയും ദൈവസ്നേഹത്തോടെ തൻ്റെ കുഞ്ഞിൻ്റെ സാക്ഷ്യം, തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി, അതുപോലെ തൻ്റെ മമ്മിക്ക് പെട്ടെന്നുണ്ടായ അപകടമായ സാഹചര്യത്തിൽ നിന്ന് രോഗസൗഖ്യം, അനുജത്തിയുടെ വിവാഹം, ഇങ്ങനെ പപ്പയുടെ രോഗസൗഖ്യം, ഇതൊക്കെ ഇവിടെ പറയുമ്പോൾ താൻ എന്തുമാത്രം ഈശോയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്, മരുന്നോ ലേപനമോ അല്ല, ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ സുഖപ്പെടുത്തുന്നത്. ഈ മകൾ തന്നെ പറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിലാണ് നാം ആ തിരുവചനം കാണുക. ഇവിടെ സ്നേഹമോള് തൻ്റെ കുടുംബത്തെ ഒന്നാകെ നിർത്തിക്കൊണ്ട് ഈ സാക്ഷ്യം പറയുമ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ അപകടകരമായ സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, എന്നാൽ എല്ലാറ്റിനും ഉടമ്പടി നേർച്ച വസ്തുക്കൾ, പരിശുദ്ധ അമ്മയുടെ കാശുരൂപം, ഇതുമാത്രമാണ് തങ്ങൾക്ക് ആശ്രയമായി ഉണ്ടായിരുന്നത്. ആംബുലൻസിലൊക്കെ ICU ആംബുലൻസിലൊക്കെ കൊണ്ടുപോയ കുഞ്ഞ് പിന്നീട് എങ്ങനെ എന്താണ് ഈ കുഞ്ഞിന് പറ്റിയതെന്ന് തിരിച്ചു ചോദിക്കുന്ന അവസ്ഥയിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യം അത്ര പെട്ടെന്ന് ക്ലിയർ ആവുകയാണ്. അതുപോലെ തനിക്ക് കിട്ടിയ ഓരോന്നിലും ദൈവത്തെ കാണുകയാണ്, നന്ദി പറയുകയാണ്. തനിക്ക് ജീവിതത്തിൽ കിട്ടിയതെല്ലാം നന്മയാണെന്ന് കരുതുമ്പോൾ ഇന്ന് തിരുവചനം പറയുന്നത് പോലെ എൻ്റെ നാമത്തിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തും നാം അതുമാത്രം നാം പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഈശോയുടെ നാമത്തിനാണ് നാം മഹത്വം നൽകേണ്ടത്. ഇവിടെ നാം ഈ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുമ്പോഴും ഇവിടെ ഈശോയുടെ നാമമാണ് മഹത്വപ്പെടുക. അതുകൊണ്ടാണ് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. ഈശോയുടെ നാമം അത് രക്ഷയുടെ നാമമാണ്, കൃപയുടെ നാമമാണ്, അനുഗ്രഹത്തിൻ്റെ നാമമാണ്. ഉടമ്പടിയിലൂടെ അതാണ് നമുക്ക് ഇവിടെ ഫലമണിയുന്നത്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ തങ്ങളുടെ കുടുംബത്തിനൊന്നാകെ കിട്ടിയ നന്മകൾക്ക് ഈ മകൾ നന്ദി പറയുമ്പോൾ കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.